ഇൻസ്പെക്ടർ അദ്ദേഹം നമ്മളെ കടന്നുറങ്ങാൻ സമ്മതിക്കില്ല. അതെന്താടാ? ആ സുധാകരൻ പിള്ളയുടെ ശവം പോസ്റ്റ്മോർട്ടം ചെയ്ത് കുഴിച്ചിട്ടിരിക്കുക. പിന്നെ എന്തിനാ കുഴിക്കൊരു കാവല്? അയ്യോ എന്റെ മണ്ട, അതൊരു രഹസ്യമാണ്. അതെന്താ? അയ്യോ നിന്നോട് പറഞ്ഞൊരു കാര്യമില്ല. എടാ, ഈ കുഴിച്ചിട്ടിരിക്കുന്ന ശവത്തിന്റെ തലയോട്ടിയും സുധാകരൻ പിള്ളയുടെ ഫോട്ടോയും തമ്മിലൊരു ചെറിയൊരു വ്യത്യാസമുണ്ടോ എന്നൊരു സംശയം. അത് തീയന് വന്നുകൊണ്ടുള്ള വ്യത്യാസമായിരിക്കും. ശവം അതല്ലടാ. പിന്നെ ഈ കുഴിച്ചിട്ടിരിക്കുന്നത് സുധാകരൻ പിള്ളയെ തന്നെയാണോ എന്നൊരു പുതിയ സംശയം ജനിച്ചിരിക്കുകയാണ്. അത് ശരിയായി. എന്തോന്ന് ശരി? ശരി ശരി. അടുത്ത കാലത്തെങ്ങും ഇത്ര നാടകീയമായ ഒരു കൊലപാതകം നടന്നിരിക്കുമെന്ന് തോന്നുന്നില്ല സാർ. ആകെപ്പാടെയുള്ള തെളിവ് അവർ കണ്ട ചെരുപ്പുകളും ഗ്ലൗസും കാൽപ്പാടുകളും മാത്രമാണ്. അതെ, സുധാകരൻ പിള്ളയുടെ മുൻകാല ജീവിതത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയാൽ അയാൾ എങ്ങനെ മരണപ്പെട്ടെന്ന് നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയും. ആക്സിഡന്റ് ആയ കാർ കൂടാതെ സുധാകരൻ പിള്ളയ്ക്ക് ഒരു പ്രൈവറ്റ് ടാക്സി കൂടി ഉണ്ട് സാർ. തങ്കപ്പൻ എന്നൊരുത്തനാണ് അതിന്റെ ഡ്രൈവർ. അവനെ ക്വസ്റ്റ്യൻ ചെയ്താൽ പ്രയോജനം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എടോ മൂസ, ഒരു ബീഡി ഇങ്ങോട്ട് തന്നേ, നോക്കട്ടെ. ഭാർഗവൻ പിള്ളയുടെ തലയിലാണല്ലോ എല്ലാ ചുമതലയും വന്ന് പെട്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, ദൈവം തരുന്ന ഭാരം ചുമക്കാതിരിക്കാനൊക്കുമോ? ചേട്ടത്തെ കുഞ്ഞുങ്ങളെയും ഇനി ഗൾഫിലോട്ട് അയക്കാൻ വല്ല ഉദ്ദേശമുണ്ടോ? ഈ അവസ്ഥയിൽ അവരോട് എന്തെങ്കിലും ചോദിക്കാനോ തീരുമാനമെടുക്കാനോ ഞാൻ ശക്തനല്ല. ഭാർഗവൻ പിള്ളേ, ഒന്നിങ്ങോട്ട് വരൂ. ഈ കാറും സുധാകരൻ പിള്ളയുടെതല്ലേ? ആണേ. ഇതിന്റെ ഡ്രൈവർ അവിടെ? അവരോട് ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? തങ്കപ്പാ, തങ്കപ്പാ, തങ്കപ്പാ. സാർ, ആ ഡ്രൈവർ എവിടെയും കാണുന്നില്ല. അവൻ സ്ഥലം വിട്ടെന്നാ തോന്നുന്നു. ഓ, അത് ശരി. സാർ, സാർ, പഞ്ഞി ഇതിലേതാണ്ട് വിഷമാണെന്നാ തോന്നുന്നത്. സാർ, ശരിക്കും പരിശോധിച്ചാൽ ഇനി വല്ലതും കിട്ടാം. നമുക്ക് നോക്കാം. സാർ, പനങ്കുല പനങ്കുല് പനങ്കുല പോലൊരു തലമുടി. ഇത് സുധാകരൻ പിള്ളയുടേതായിരിക്കും. സുധാകരൻ പിള്ള പെണ്ണാണോടാ? അല്ല, സുധാകരൻ പിള്ളയോട് സ്ത്രീകൾ ഉണ്ടായിരിക്കാമല്ലോ. ആ മിസ്റ്റർ വിജയ്, ഈ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യും. ഓക്കെ. ഭാർഗവൻ പിള്ളേ, എന്തോ? വരൂ. ശവമടക്കലും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. ഞാൻ വന്നത് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചോളൂ. എങ്കിൽ വരൂ. സാറും കൂട്ടി ഇരുന്നാട്ടെ. താങ്ക് യു. ഇരിക്കൂ സാർ. ആ ഭാർഗവൻ പിള്ളേ, ഓ. എനിക്ക് സുധാകരൻ പിള്ളയുടെ ഭാര്യ ഒന്ന് കാണേണ്ട കാര്യമുണ്ട്. ഓ, രമണി, രമണി, സുമതി ചേച്ചി ഇങ്ങോട്ട് വിളിച്ചേ. പോയത് സുധാകരൻ പിള്ളയുടെ മക്കളാണല്ലേ? അതെ. ഭാർഗവൻ പിള്ളേ, എനിക്ക് മിസ്സസ് സുധാകരൻ പിള്ളയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. സാറേ, എന്റെ ഭർത്താവ് മരിച്ചു കുഴിയിലേക്ക് എടുക്കുന്നതിന് മുൻപേ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് വരണോ? സർ, അവർ മാനസികമായി വളരെ തകർന്നിരിക്കുകയാണ്.
നടന്ന സംഭവത്തെക്കുറിച്ച് അന്യനാട്ടിൽ കഴിഞ്ഞിരുന്ന എന്നോട് എന്ത് ചോദിക്കാനാണ്? നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞത് മനഃപൂർവ്വം വിഷമിപ്പിക്കാനല്ല. നിങ്ങളുടെ ഭർത്താവിന്റെ മരണം ഒരു കൊലപാതകമാണെന്ന് ഡിപ്പാർട്ട്മെന്റിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളുടെ സഹകരണം കൂടി ഉണ്ടെങ്കിലേ കൊലയാളെ കണ്ടുപിടിക്കാൻ കഴിയൂ. ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടില്ല സാർ. പോലീസുകാർ മനുഷ്യരല്ലെന്നാണോ നിങ്ങളുടെ ധാരണ? വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണമെന്നില്ല. ഇവിടെ വെച്ച് ചോദ്യം ചെയ്ത പോലെ സാർ. ധാരാളം മതി. ഭാർഗവമുള്ള കുറച്ചു നേരം പുറത്തു വെയിറ്റ് ചെയ്യൂ. സുധാകരൻ പിള്ളയുടെ മരണം നിങ്ങളെ അറിയിച്ചത് ആരാണ്? ഡ്രൈവർ തങ്കപ്പനാണ് എനിക്ക് ടെലിഗ്രാം അടിച്ചത്. ടെലഗ്രാം കിട്ടിയ ഉടനെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തിരിക്കാനും കഴിഞ്ഞു അല്ലേ? അതെ സാർ. നിങ്ങളുടെ ഭർത്താവിന് മറ്റേതെങ്കിലും സ്ത്രീകളോട് ബന്ധം ഉണ്ടായിരുന്നതായി നിങ്ങൾക്കറിയാം? എന്റെ ഭർത്താവ് അത്തരത്തിൽപ്പെട്ടവനല്ല സാർ. ഓ, സുധാകരൻ പിള്ള നാട്ടിലേക്ക് പോന്നപ്പോൾ പണം വല്ലതും കയ്യിലുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും പണം കാണും. എത്രയുണ്ടെന്നോ എവിടെ കൊണ്ടുപോകുന്നെന്നോ ഞാൻ കണക്ക് ചോദിക്കാറില്ല സാർ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നതിനപ്പുറത്ത് എനിക്കൊരു അഭിപ്രായവുമില്ല. പിന്നെ എങ്ങനെ വ്യത്യാസം ഉണ്ടാവാനാ? നിങ്ങളുടെ ഭർത്താവിനോട് ഇവിടെ ആർക്കെങ്കിലും ശത്രുത ഉണ്ടായിരുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെനിക്കറിയില്ല. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം എന്റെ അനുജത്തിയുടെ ഭർത്താവിനോട് ചോദിച്ചാലേ അറിയൂ. ഓൾ റൈറ്റ്. വീണ്ടും നിങ്ങളെ ചോദ്യം ചെയ്യേണ്ടി വന്നാൽ വിഷമം തോന്നരുത്. ഇല്ല സർ. താങ്ക് യു.